നിങ്ങളൊരു സംശയജീവിയാണോ? ആർക്കും ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്ന ചോദ്യമാണിത്. മനുഷ്യജീവിതം ആരംഭിച്ചത് മുതൽ തുടങ്ങിയതാണ് സംശയങ്ങൾ. അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഔത്സുക്യമാണ് സംശയം. പുതിയ ആശയങ്ങളും സംവിധാനങ്ങളും കണ്ടെത്താൻ പല സംശയങ്ങൾ വഴിവെച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംശയ നിരക്കുകൾ രൂപപ്പെടാറുണ്ട്. എന്നാൽ മനുഷ്യബന്ധങ്ങൾക്കിടയിലെ സംശയങ്ങളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അവിചാരിതമായ പല പ്രശ്നങ്ങൾക്കും മുഖ്യ കാരണക്കാരനെന്ന നിലയിൽ സംശയം എന്നതിന് അധികവും ഒരു കുറ്റവാളിയുടെ റോളാണ്. ഉറപ്പുള്ള ഇടങ്ങളിൽ എവിടെയും സംശയത്തിന് മണം പോലും ഉണ്ടാകണ്ടേ. ഉറപ്പുകൾക്കിടയിലെ വിള്ളലുകളിലാണ് സംശയം പതുക്കെ കയറി വരുന്നത്. സംശയമുണ്ടാക്കുന്ന പ്രവൃത്തികളും വർത്തമാനങ്ങളുമാണ് വളർന്ന് വീർത്ത് ഭീമാകാരം കൊണ്ട് സംശയമായി തീരുന്നത്. ഉള്ളിലെ നുള്ളുക എന്നത് ഇവിടെയാണ് ഏറ്റവും ആവശ്യമാകുന്നത്. സംശയത്തിൻ്റെ നേരിയ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് കണ്ടാലുള്ള ഉറപ്പിൻ്റെ സിമെൻറ്റ് കൊണ്ട് അവ അടച്ചേക്കാം. അല്ലെങ്കിൽ ആ വിള്ളലുകൾ വലുതായി ചുമലുകൾ തകർന്നേക്കാം. ജീവിതത്തിൻ്റെ പല മേഖലകളിലും സംശയം വരുത്തി വെക്കുന്ന വില ചെയ്യുന്നതല്ല. സംശയത്തിന് നിഴലിൽ ജീവിക്കുക അരോചകമാണ്. കുടുംബ ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും വ്യാപാര ഇടപാടുകളിലും സംശയത്തേക്കാൾ മാരകമായ രോഗം എന്നത്ര. സംശയം ഉണ്ടാക്കുന്നതല്ല, അപരണ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ സ്വയം ഉണ്ടായി വരുന്ന ഒരുതരം വികാരമാണ്. സംശയ രോഗമായി മാറുന്ന ഇടങ്ങളും ധാരാളമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസം നേർന്നു വരുന്ന ഇടങ്ങളിലാണ് സംശയം പടർന്നു കയറുന്നത്. സംശയം ജനിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയും കൂടെയുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുകയും വിശ്വസ്തതയ്ക്ക് കോട്ടം വരുന്ന ഒരു മോശത്തരത്തിനും ഒരു കാലത്തും മുതിരാതിരിക്കുകയും ചെയ്താൽ സംശയം എന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടാം. സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം ആസ്വദിക്കാം. നിങ്ങളത് സംശയജീവിയാണോ എന്ന ചോദ്യത്തിനോട്